പാഠം 378. വാശി വിനയാകുമ്പോൾ. ഇതെന്താണ് സാറേ കൂട്ടിലിട്ട് വരികിലെ പോലെ അങ്ങോട്ട് കൂടെ നടക്കണേ? എന്താ കുഴപ്പമുണ്ടല്ലോ? എന്താ മോനട്ടാ കാര്യം പറയുന്നേ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തരുത്. ആ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ സഹായിക്കില്ലേ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് എന്റെ കാര്യങ്ങളിൽ ഒരു വക്കീലായ നിനക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? നിക്ക്. എന്താണ്? അതെനിക്കാണ്. ഞാൻ ഇത്രയും സമയം കാത്തു നിന്നത് ആ ഫോൺ കോളിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഹലോ ഹലോ, സത്യഭാമയുണ്ടോ? ഉണ്ട്. ഭാമേ, ആരാ മോനട്ടാ? ഞാൻ ചോദിച്ചില്ല. പിന്നെ ആരായാലും ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കരുത്. എനിക്കൊരു കോൾ വരാനുള്ളതാ. ഹലോ, അതെ. സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഗണേശന്റെ കേസ് നാളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ നാളെ സെഷൻസിൽ പോയേ പറ്റൂ. സത്യപാലന് എങ്ങനെങ്കിലും സമയം ഉണ്ടാക്കി നാളെ തന്നെ ഒന്ന് അപ്പിയർ ചെയ്യണം. അതൊന്നും വേണ്ട, അവധിക്ക് അപേക്ഷിക്കണ്ട. മജിസ്ട്രേറ്റിന്റെ സ്വഭാവം സത്യപാലന് അറിയാലോ. അയാളൊരു മുരടനാ. ഇനിയിപ്പോ നമ്മുടെ ഭാഗത്ത് ഒരു പിഴവിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. അതെ അതെ, എന്നാ ശരി. ഒരു കേസിൽ നിനക്ക് വരെ സത്യപാലൻ ഹാജരാവണം. ഇത്രയല്ലേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ? അതെ. അതിന് ഇത്രമാത്രം സമയം എടുക്കേണ്ട കാര്യം എന്തായിരുന്നു? പറയാനുള്ള കാര്യമൊക്കെ പറയണ്ടേ മോഹനേട്ടാ? പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിനിടയിൽ മജിസ്ട്രേറ്റിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട്, സത്യപാല, ഇന്ന് ഗണേശന്റെ കേസിന് എനിക്ക് പകരം ഹാജരായിട്ട് അവധിക്ക് അപേക്ഷിക്കണം, എനിക്ക് സെഷൻസ് കോടതിയിൽ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമായിരുന്നു. അപ്പോ സമയത്തിന് ചെലവാവില്ലല്ലോ. ഞാൻ അത്രയും സമയം എടുത്തതുകൊണ്ട് മോഹനേട്ടൻ എന്താണ് പറ്റിയത്? പറഞ്ഞല്ലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് നീ ഫോൺ എടുത്ത് മജിസ്ട്രേറ്റിന്റെ സ്വഭാവം വരച്ചോണ്ടിരുന്നാലോ? മോഹനൻ സാറേ, ഉത്തമനാ ചെല്ലേ. നീ പോയി നോക്ക്. എനിക്കൊരു ഫോൺ വരാണ്ടെന്ന് പറഞ്ഞില്ലേ? ഉത്തമൻ മോഹനേട്ടനല്ലേ വിളിച്ചത്? അതിന് ഞാൻ പോയി നോക്കിട്ട് എന്താ കാര്യം? പക്ഷെ ഞാൻ പോകുമ്പോ കോള് വന്നല്ലോ ഭാമേ. അതെ, ഈ കോള് വരുന്നത് ഒളിച്ചും പാത്തൊന്നുമല്ലല്ലോ. കോള് വരുമ്പോ ഈ ഫോൺ ബെല്ലടിക്കും. അപ്പൊ ഓടി വന്ന് എടുത്താ മതി. ചെല്ല്. പറച്ചു കേട്ടോണ്ട് ആദ്യമായിട്ട് ഫോൺ കോള് വരുന്നെന്ന് തോന്നും. നമസ്കാരമുണ്ട് സാർ. എന്താ തുമാ? അല്ല, ദിവാറിന്റെ പോക്കവരവിന്റെ കാര്യം ഇന്ന് വന്നൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് സാറ് പറഞ്ഞായിരുന്നേ. ഇതൊന്നും നടക്കില്ല. കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള തർക്കത്തെ കുറിച്ച് സംസാരിക്കാനാണ് കളക്ടർ എത്തിയിരിക്കുന്നത്. എനിക്ക് ഇന്ന് കളക്ടർ കാണണം. അയ്യോ, അങ്ങനെയാണെങ്കിലേ സാറേ ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം. അത് ഉറപ്പുറാൻ പറ്റില്ല. മുൻകൂട്ടി അറിയിക്കാതെയാണ് കളക്ടർ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഒരു 8 മണിയായപ്പോ തഹസിൽദാർ എന്നെ വിളിച്ചു പറഞ്ഞത് മോഹനകൃഷ്ണൻ കൂടി വരണമെന്ന്. എപ്പോ എവിടെയാണെന്നൊക്കെ കളക്ടറോട് സംസാരിച്ചിട്ട് എന്നെ ഫോണിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാന് തഹസിൽദാരുടെ വിളി പ്രതീക്ഷിക്കുക. അപ്പൊ അതാണ് കാര്യം. ഇത്ര നേരത്തെ വേഷം മാറി ഈ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചതാണ് എന്താണ് സംഭവം എന്ന്. വലിയ ഓഫീസർ മിണ്ടിയില്ല. കളക്ടർ പോയതിന്റെ മുകളിലായിരുന്നു ഇത്. സാറേ, അങ്ങനെ ഞാൻ ഇറങ്ങട്ടെ സാറേ, നാളെ വരാം. ചിലപ്പോ തഹസിൽദാർ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റിൽ എവിടെയെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഉത്തമ സഹായം വേണ്ടി വരും. അതിന് സാറേ സ്കൂട്ടറിന്റെ പുറകെ കയറില്ലല്ലോ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കയറേണ്ടി വരും. തഹസിൽദാർ വിളിക്കുന്നു. ഉത്തമൻ, ഒരു നിമിഷം കാത്തിരിക്കും, ഞാൻ പോരാ. ശരി ശരി ശരി. ഹലോ, മോഹനകൃഷ്ണ. ഹലോ, സത്യഭാമയുണ്ടോ? ഏത് സത്യഭാമ? ഇത് അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അല്ല, ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ നമ്പരാ. ഞാൻ കെ
കേരള ട്രാവൽസിൽ നിന്ന് വിശംബരന് ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ കേസിന്റെ കാര്യം ഇവിടെ ആരാ മോനോട്ടാ? നിനക്കാ ആരാ? ചോദിക്കേ. ഹലോ, അതെ സത്യഭാമയാണ്. ആ കേസിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല വിശുംബര. ആ കേസ് അടുത്ത ആഴ്ചയല്ലേ? അതിന് ഇപ്പോഴും വിളിക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ കേസിന്റെ അവധിയാവുമ്പോ ഓഫീസിൽ നിന്ന് മത്തായിച്ചേട്ടൻ വിളിക്കൂലോ. എന്റെ വിശംബര, സത്യഭാമ ആദ്യമായിട്ട് വാദിക്കുന്ന കേസൊന്നുമല്ല ഇത്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കേസ് എന്നെ ഏൽപ്പിച്ചല്ലോ. ഇനി എന്താ അതിന് വേണ്ടതെന്ന് എനിക്കറിയാം. അടുത്ത ചൊവ്വാഴ്ച ഓഫീസിലേക്ക് വന്നാൽ മതി. പിന്നെ ഈ ഫോൺ വിളിയിൽ കാണിക്കുന്ന ഉത്സാഹമൊന്നും ഫീസിന്റെ കാര്യത്തിൽ കാണുന്നില്ല. അടുത്ത ആഴ്ച വരുമ്പോ ഫീസ് കൊണ്ടുവരില്ലേ? ശരി മതി. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വിശംബരൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഞാൻ തിരിച്ച് മലയാളമല്ലേ പറഞ്ഞത്? അതല്ല പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞത്? എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു കോള് വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ നീ ഫോൺ എടുത്ത് ഫീസിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ കേസ് വാദിക്കുന്ന പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ മോഹനേട്ടാ, ഫീസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ കർഷകരോട് ഫീസിന്റെ കാര്യം പറയാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞ വിശ്വംബരൻ അടുത്ത ചൊവ്വാഴ്ച നിന്റെ ആഫീസിൽ വരുമല്ലോ. ഫീസിന്റെ കാര്യം നിനക്ക് അപ്പൊ പറഞ്ഞാ പോരെ? അപ്പൊ അയാൾ കൊണ്ടുവന്നില്ലെങ്കിലോ? ഒന്ന് നേരത്തെ സൂചിപ്പിക്കാൻ നല്ലതല്ലേ? പക്ഷേ ഞാൻ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോള് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് നീ ഫീസിന്റെ കാര്യം പറയുന്നത്. നിന്നോട് സംസാരിക്കാനുള്ളവർക്ക് വേണമെങ്കിൽ നിനക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലോ മോഹനേട്ടാ, കോൾ ഇങ്ങോട്ട് വന്നതല്ലേ. പോയില്ലേ? ഉത്തമനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടല്ലേ മോഹനേട്ടൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഉത്തമ പോണേ? ചെല്ലും മോഹനേട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഫോണിന് ബെല്ലുണ്ട്, അതിങ്ങനെ ക്രീം 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 അടിക്കും. പോക്കോ പോക്കോ പോക്കോ. എന്താണ് സാറേ ഇവിടെ ചെല്ലാനാണ് പറഞ്ഞ? വിളിച്ചത് തഹസിൽദാരല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോട്ടെ സാറേ. അത്യാവശ്യമായിട്ട് സർക്കാർ ആശുപത്രി ചെല്ലുന്നതിന് വേണ്ടി ബലരാമൻ പറഞ്ഞായിരുന്നു. ആർക്കും രക്തം കൊടുക്കുന്നതിന്റെ കേസാണേ സാറേ. ഉത്തം പൊയ്ക്കോ. ഇനിയിപ്പോ മോഹനേട്ടൻ അത്യാവശ്യമായി എവിടെയെങ്കിലും എത്തണമെങ്കിൽ തന്നെ എന്റെ വണ്ടി ഇവിടെ ഇരിക്കല്ലേ, മോഹനേട്ടൻ ഞാൻ കൊണ്ടുവിട്ടോളാം. ശരി ശരി. നിന്റെ വണ്ടിയുടെ പിറകിൽ ഞാൻ കേറാൻ നടന്നു തന്നെ. അങ്ങനെ ഞാൻ നിന്റെ വണ്ടിയുടെ പിറകിൽ കയറിയാൽ അതും പറഞ്ഞ് ഈ ജന്മം മുഴുവൻ നീ എന്നെ കളിയാക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. വലിയ ഉപകാരം സാറേ. സാറേ ഞാനേ നാളെ രാവിലെ വരാം. എന്റെ അമ്പോ മോഹനേട്ടാ, അനാവശ്യമായി വാശി കാണിക്കുന്ന എന്തിനാണ്? ഒരത്യാവശ്യം വരുമ്പോ എന്റെ വണ്ടിയുടെ പുറകെ കയറേണ്ടി വന്നാലോ? നിന്റെ സ്കൂട്ടർ വേണ്ട എന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വാക്ക് മാറ്റേണ്ടി വരും. മോഹനകൃഷ്ണൻ വാക്ക് മാറ്റി പറയുന്ന ചരിത്രമില്ല. വിളിക്കുന്നു. ഈ മോഹനേട്ടൻ എന്താ ഇങ്ങനെ വെപ്രാൾപ്പെടുന്നേ? ഹലോ മോഹനകൃഷ്ണ. അതുകൊണ്ട് മനസ്സില്ല. ആരാ മോനേട്ടാ? ഹലോ, വിദ്യ. നീ എന്താ വിളിക്കാത്തത് ഞാൻ ആലോചിക്കായിരുന്നു. ഇന്നലെ പ്രശാന്തിന് പെണ്ണു കാണാൻ പോയിട്ട് എന്തായി? അതെയോ? പക്ഷേ ഇക്കാലത്ത് സൗന്ദര്യം മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ലേ. വിദ്യാഭ്യാസവും സ്വഭാവമാണ് പ്രധാനം. അത് പറഞ്ഞിരുന്നു. നമ്മുടെ സദാനന്ദ സാറിന്റെ അവസ്ഥ അറിയാലോ. സൗന്ദര്യം നോക്കിപ്പോയി കല്യാണം കഴിച്ചതാണ്. ഒടുവിൽ എന്തായി? പിന്നെ ഇക്കാലത്തെ പെൺകുട്ടികള് നമ്മളെ പോലെ പാവങ്ങളായിരിക്കണമെന്നൊന്നും ഇല്ല. വിദ്യ അവരോട് സംസാരിച്ചില്ലേ? ഹലോ ഹലോ വിദ്യ. കട്ടായല്ലോ. എന്ത് വൃത്തിയായി കാണിച്ചത്? ഒരാള് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കട്ടിയണേ. വൃത്തികേട് കാണിച്ചത് നീയാണ്. എന്നെ തഹസിൽദാർ വിളിക്കുമ്പോ കിട്ടാതിരിക്കാനായി നീ മനഃപൂർവ്വം ഫോണിൽ വിളിച്ച് പെണ്ണ് കാണില്ലെന്ന് പറയുന്നു. വിദ്യാലക്ഷ്മിയുടെ അനിയൻ പെണ്ണ് കാണാൻ പോയതല്ലേ, അതല്ലാതെ നിന്നെ ആരും പെണ്ണ് കാണാൻ വന്ന കഥയല്ലല്ലോ. എന്നെ പണ്ടൊരു യോഗ്യൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ കാണിച്ച ഒരു മണ്ടത്തരത്തിന് ശിക്ഷയാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. മോഹനേട്ടൻ ഒന്ന് മിണ്ടാതിരിക്കാമോ? ഞാൻ വിധി ഒന്ന് തിരിച്ചു വിളിക്കട്ടെ.
മാറുക. ഈ ഫോണിന്ന് നീ വിദ്യ വിളിച്ചിറങ്ങിയാലും നിന്റെ മൊബൈൽ എന്ത്? മൊബൈൽ അപ്പുറത്തുണ്ട്. എങ്ങോട്ട്? നീ ബാ ഇങ്ങോട്ട്. ബാ. മോഹനേട്ടാ, എന്താ കാണിക്കണേ? എന്ത്? എടുത്തു. ഇതെന്താ ഫോൺ? ഇതാരുടേതാ? ഇതെന്റെ ഫോണല്ലേ? ഈ ഫോൺ നിനക്ക് സ്വന്തമായിട്ടുണ്ടായിട്ടാണോ ആളുകൾ നിന്നെ അന്വേഷിച്ച് എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? മോഹനേട്ടന്റെ ഫോണോ? ഒരു വീട്ടിലെ ലാൻഡ് ഫോൺ ആ വീട്ടിലെ എല്ലാവരുടെയും കൂടിയാണ്. എന്നാര് പറഞ്ഞു? ഞാനാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. എന്റെ പേരിലാണ് ആ ഫോൺ. അതുകൊണ്ട് പിന്നെ എങ്ങനെ നിന്നെ കൂടെ ആവുന്നത്? മോഹനേട്ടൻ ഇപ്പൊ എന്താണ് വേണ്ടത്? പറഞ്ഞല്ലോ. എന്ത്? തഹസിൽദാരുടെ ഒരു കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോ ആ ഫോണിൽ നിന്നെ അന്വേഷിച്ച് ആരും വിളിക്കാൻ പാടില്ല. നിനക്ക് വിളിക്കണമെങ്കിൽ നിന്റെ ഈ ഫോൺ എടുത്ത് വിളിച്ചോളാം. മോഹനേട്ടാ, ഞാൻ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഈ ഫോണിൽ തന്നെ ഞാൻ വിളിച്ചോളാം. പക്ഷേ ഇങ്ങോട്ട് വിളിക്കുന്ന ആളുകൾ ലാൻഡ് ഫോണിൽ വിളിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ലാൻഡ് ഫോണിൽ വിളിക്കരുതെന്ന് അവരോട് പറയണം. ആരോട്? നിന്നെ വിളിക്കാൻ സാധ്യതയുള്ള എല്ലാവരോടും അങ്ങോട്ട് വിളിച്ച് നീ ലാൻഡ് ഫോണിൽ വിളിക്കരുത് പറയണം. ആരേക്ക് വിളിച്ചു പറയാൻ പറ്റും മോഹനേട്ടാ? എല്ലാവരെയും. അതെനിക്കാ. നിന്നെ ആ ഭാഗത്തെങ്ങാനും കണ്ട. ഹലോ, മോഹനേഷനാ? സത്യഭാമ ഇല്ല. എവിടെ പോയി? സത്യഭാമ ചത്തുപോയി. ഇന്ന് രാവിലെ മുറ്റോടിച്ചോണ്ടിരുന്നപ്പോ റോഡ് കൂടെ പോയി ആന വന്ന് ചവിട്ടി കൊന്നോളാ. ഇനി എന്താ അറിയണ്ട? എന്തൊക്കെയാ മോഹനേഷനായി പറയുന്നത്? പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? സത്യഭാമയെ ആന ചവിട്ടി കൊന്നു. ഞാൻ ഗോപാലൻ ചെറിയച്ഛനാ. ഹലോ, മോഹനേഷനാ? ആരാ മോനേട്ടാ? നിന്റെ ചെറിയച്ഛ ഇതായിരിപ്പുണ്ട്. ഹലോ ചെറിയച്ഛ, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലല്ല, മോഹനേട്ടൻ വെറുതെ തമാശക്ക് അങ്ങനെ പറഞ്ഞതാ. അയ്യോ, മോഹനേട്ടന്റെ സ്വഭാവം ചെറിയച്ഛന് അറിയാലോ. മോഹനേട്ടൻ അങ്ങനെയൊക്കെയാണ് തമാശ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എന്റെ ഓഫീസിൽ സദാനന്ദൻ സാറ് ഫോൺ ചെയ്തപ്പോ എന്നെ ഒരു സിംഹം പിടിച്ചു തിന്നു എന്നാണ് മോഹനേട്ടൻ എന്ന് പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ മോഹനേട്ടനോട് തന്നെ ചോദിച്ചോ, ഞാൻ കൊടുക്കാം. മോഹനേട്ടാ, ചെറിയ വിളിക്കുന്നു. ചെറിയച്ച, മോഹനേട്ടൻ എന്താ തിരക്കില്ല? ഞാൻ പിന്നെ വിളിക്കാം. വേറെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. ശരിയപ്പോ. ധൈര്യശാലി ഇവിടെ വന്ന് നിൽക്കായിരുന്നു. എന്താണ് ചെറിയ വിളിച്ചിട്ട് ഫോൺ സംസാരിക്കാറുന്നത്? എനിക്ക് സൗകര്യമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കാന്നാണ് ചെറിയച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സംസാരിക്കൂ. ഇനി ആ ഫോണിൽ നിന്ന് ആര് വിളിച്ചാലും എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും. ആ ഫോണിലല്ല, ഇതിൽ വിളിച്ചോളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. മോഹനേട്ടാ, മോഹനേട്ടന്റെ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആളുകളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കാൻ തോന്നുമല്ലോ. ഓരോരുത്തർ ഓരോ ആവശ്യം ഇങ്ങോട്ട് വിളിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതുപോലൊരു മൊബൈൽ ഫോൺ സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. മോഹനേട്ടനെ വിളിക്കാനുള്ളവര് മാത്രമേ അതിൽ വിളിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിയത് തന്നെ. ഇതല്ല, ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായാലും കെ മോഹനേശൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. അതാണ് നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഇത്തവണയാണ് നിനക്കാണെങ്കിൽ നീ വിവരം അറിയും, വിളിക്കുന്നൊരു വിവരം അറിയും. അല്ല, എന്റെ ഭഗവാനെ, അത് തഹസിൽദാർ തന്നെ ആയിരിക്കണേ. ഹലോ ഹലോ, ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീടല്ലേ? അതെ. സത്യഭാമയുണ്ടോ? അഡ്വക്കേറ്റ് സത്യഭാമയുണ്ടോന്ന്? ഹലോ, കേൾക്കുന്നില്ലേ? അഡ്വക്കേറ്റ് സത്യഭാമയുണ്ടോന്നാ ചോദിച്ചത്. ഹലോ,
ഉണ്ട്. സത്യഭാമ ഉണ്ട്. കൊടുക്കാം. ചേട്ടൻ ആ ഫോണൊന്ന് ശരിക്ക് ചെവിയോട് ചേർത്ത് പിടിച്ചോളനെ. വെച്ചോ? ശരിക്ക് ചേർത്ത് പിടിച്ചോ? കാണിച്ചത് പിന്നെ മനുഷ്യൻ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതിപ്പോ എത്രാമത്തെ കോള വരുന്നത്? സത്യഭാമയുണ്ടോ 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 എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവനൊക്കെ വിളിക്കുന്നത് കാണണം. കൊള്ളാം മോഹനേട്ടാ, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നത് ഇതിനെയാണ്. എനിക്ക് കോള് വരാതിരിക്കാൻ ഫോണേ എറിഞ്ഞു പൊട്ടിച്ചു. അതെ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോൺ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ചിലപ്പോ എറിഞ്ഞു പൊട്ടിക്കും, ചിലപ്പോ കത്തിക്കുകയും ചെയ്യും. ആര് ചോദിക്കാൻ? ചോദിക്കാനൊന്നും ആരുമില്ല. പക്ഷേ എന്നെ ഈ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വിളിക്കാൻ ഒരു മൊബൈൽ ഫോണുണ്ട്. എന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നടക്കും. പക്ഷേ തഹസിൽദാര് ഇനി ഏത് ഫോണിൽ വിളിക്കും? ഫോണിന്റെ കഥ തീർന്നു. ഇനി തഹസിൽദാര് വിളിക്കും എന്ത് ചെയ്യും എന്തോ. കളക്ടർ ഇന്ന് മോഹനേട്ടനെയും കാത്ത് എവിടെയെങ്കിലും വൈകുന്നേരം വരെ ഇരുന്നിട്ട് തിരിച്ചു വയ്ക്കോളും. അയ്യോ ഈശ്വര, തഹസിൽദാർ വിളിച്ചാണോ ഇത്? അയ്യോ കിട്ടുന്നില്ല. ഒന്നുകൂടെ കിട്ടുന്നില്ലല്ലോ. ആ വിദ്യ മുഴുവൻ പറഞ്ഞില്ലല്ലോ പെണ്ണ് കാണലിന്റെ വിശേഷങ്ങള്. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. മോഹനേട്ടൻ ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ ഫോണിൽ നിന്നോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഫോൺ എറിഞ്ഞുടച്ചു. അയ്യേ, മോഹനേട്ടൻ അങ്ങനെയൊക്കെയല്ലേ. എന്നിട്ട് പറ. ഉവ്വോ, അത് കുഴപ്പമില്ല. എന്തായാലും ശരിക്കും ആലോചിച്ചിട്ട് വേണം കേട്ടോ. ഞാൻ 11:30 ഓഫീസിലെത്തും. ശരി. അപ്പൊ സാറേ, ഇനി എന്താണ് ആലോചന? ഇനിയിപ്പോ എന്തായാലും ഇവിടെ വന്നിട്ട് കാര്യമില്ല. തഹസിൽദാർക്ക് വിളിക്കാൻ ഇവിടെ ഒരു ഫോണും ഇല്ല. എത്രയും പെട്ടെന്ന് വില്ലേജ് ഓഫീസ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫോൺ ഉപയോഗിക്കാം. നീ ഒരൊറ്റ ആളുകാരല്ലേ ഇങ്ങനെ കൊണ്ടായത്? ഞാനാണോ ഫോൺ എടുത്ത് എറിഞ്ഞുടച്ചത്? ദേഷ്യം എന്നോടാകാം, പക്ഷെ ഫോൺ എടുത്ത് കാണിച്ച ഇങ്ങനെ ഇരിക്കും. കണ്ട്, എനിക്കിപ്പോഴും ഒരു ഫോണുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇതെടുത്തറിയില്ല. കാരണം എനിക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധി. ഹലോ, അതെ. സർ. ഉവ്, അത് ഇവിടുത്തെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. എന്താന്നറിയില്ല. ശരി, ഞാൻ കൊടുക്കാം. സാറേ, ഫോൺ. തഹസിൽദാർ ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ശിശുപാലൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിട്ട് വിളിക്കാണെന്ന്. ഹലോ, മതിയോ? ശരി സാർ, ഞാൻ അങ്ങ് എത്തിക്കോളാം. ശരി. എന്തു പറഞ്ഞു? ഉച്ച കഴിഞ്ഞ് കളക്ടർ കണ്ടാ മതിയെന്ന്. ആണോ? 2 മണിയാകുമ്പോ TV ചെല്ലാൻ. സമാധാനമായല്ലോ. എന്തൊക്കെ പുകിലായിരുന്നു ഞാൻ ഈ ഫോൺ വാങ്ങിച്ചപ്പോ മുതല്. മൊബൈൽ ദൂർത്താണ്. മൊബൈൽ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും. മാങ്ങയാണ്, തേങ്ങയാണ്,
ഒടുവിൽ ഒരു അത്യാവശ്യം വന്നപ്പോൾ സത്യഭാമയുടെ മൊബൈൽ ഫോൺ തന്നെ വേണ്ടി വന്നു. അതിപ്പോ ആ ഫോൺ കേടായി പോയണ്ടല്ലേ? ആ ഫോൺ കേടായതല്ലോ, കേടാക്കിയതല്ലേ. ഫോൺ ശരിയായോ? അതെങ്ങനെ സംഭവിച്ചു? ഇനി എനിക്ക് നിന്റെ ഈ ഫോണിന്റെ ആവശ്യമില്ല. മോഹനകൃഷ്ണൻ ഉപയോഗിക്കാൻ മോഹനകൃഷ്ണൻ വാങ്ങിച്ച മോഹനകൃഷ്ണന്റെ ഫോൺ ഉണ്ട്, മനസ്സിലായോ? അഹങ്കാരി. ആഹാ. ഹലോ, മോഹനകൃഷ്ണൻ സാറിന്റെ വീടാണോ? അതെ. സാർ, ഞാൻ സാറിന്റെ ഒരു ആരാധികയാണ്. ആരത്? പറഞ്ഞല്ലോ സാർ, ഞാൻ സാറിന്റെ അന്തം വിട്ട ഒരു ആരാധികയാണ്. എനിക്ക് സാറിനോട് ഭയങ്കര പ്രേമമാണ്. ആരുടെ? മാന്യമായി ജീവിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. എന്റെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞാൽ നീ വിവരം അറിയും. എനിക്കറിയില്ല എന്റെ സ്വഭാവം. ആ സ്വഭാവം എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം? ഇത് എന്തൊരു ദേഷ്യം മോഹനകൃഷ്ണൻ സാറേ. സാറിനോട് എനിക്ക് ഭയങ്കര പ്രേമാന്നല്ലേ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാണോ? ഒളിച്ച് എന്ന് ഫോൺ ചെയ്യാതെ ധൈര്യമുണ്ടെങ്കിൽ കൺമുണ്ടി മാടി. അപ്പൊ മനസ്സിലാവും എന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന്. അടിച്ചിന്റെ അണപ്പല അവർ കളയും, അഹങ്കാരി. വന്നു. കൺമുന്നിലേക്ക് വരാനല്ലേ പറഞ്ഞത്? വന്നു. ഞാനാ വിളിച്ചത്. വില്ലേജ് ഓഫീസറുടെ ദേഷ്യം ഒന്നും തീർന്നില്ലല്ലോ. ഇനിയിപ്പോ എന്തിനാ ഈ ദേഷ്യം? തഹസിൽദാരുമായിട്ട് സംസാരിക്കാനും പറ്റി, ഫോണും ശരിയായി. ഇനി എന്താ പ്രശ്നം? ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പിന്നെ ഈ ദേഷ്യം കളഞ്ഞിട്ട് ധനം പറ. എന്തിന്റെ സമാധാനം? ഞാനിപ്പോ ഫോണിൽ പറഞ്ഞില്ലേ എനിക്ക് വില്ലേജ് ഓഫീസറോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. അതിന് മറുപടി പറ. അതിന്റെ മറുപടി ഇപ്പൊ എന്താ പറയാനാ? അത് കൊള്ളാം. ഒരു പെണ്ണ് ആണിന്റെ മുഖത്ത് നോക്കി പ്രേമമാണ് എന്ന് പറയുമ്പോ എന്ത് മറുപടിയാ പറയേണ്ടത്? അതിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണ് പറഞ്ഞാ അടിച്ചവളുടെ കരണ ഞാൻ പൊട്ടിക്കും. നീയാണ് പറയുന്നെങ്കിൽ ഞാനാണ് പറയുന്നെങ്കിൽ അല്പത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. എന്നാലും അതൊന്ന് വാതുറന്ന് പറഞ്ഞൂടാ. എടുത്തു. ഹലോ, സത്യഭാമയുണ്ടോ? സത്യഭാമ കുറച്ച് തിരക്കില്ല, നാളെ വിളിക്ക്. ഏ അതെന്താ കാണിച്ചത്? എനിക്കെന്ത് തിരക്കാ? തിരക്കാണല്ലോ. എന്ത്? നമ്മള് പ്രേമിച്ചോണ്ടിരിക്കല്ലേ? തഹസീൽദാരുടെ ഫോൺ വിളി പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല വില്ലേജ് ഓഫീസർ ഇത്ര ക്ഷുഭിതനായത്. സത്യഭാമയ്ക്ക് തുടർച്ചയായി ഫോൺ വരുന്നതിന്റെ അസഹിഷ്ണുതയും ഈ ദേഷ്യത്തിന് പിന്നിലെ ഒരു കാരണമാവും. എന്തായാലും ഫോൺ കോൾ കിട്ടുകയും കേടായ ഫോൺ അത്ഭുതകരമായി തന്നെ ശരിയാവുകയും ചെയ്ത നിലയ്ക്ക് ഈ കഥ ഇവിടെ തീർക്കാം. പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.